നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16 മുതൽ മീനമാസം 22 വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് മേടം രാശിയിൽ ശുക്രനാകുന്നു, 3-ൽ വ്യാഴം, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ കേതു, 11-ാം ഭാവത്തിൽ ചൊവ്വ ബുധൻ രാഹു, 12-ാം ഭാവത്തിൽ സൂര്യനും ശനിയും. ഇവിടെ ഈ ഒരു വാരം പ്രത്യേകിച്ച് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സന്താന വിഷയത്തിൽ സന്താനങ്ങൾക്കുണ്ടാകുന്ന ചില അഭ്യുദയങ്ങൾ, ഉയർച്ചകൾ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. പലപ്പോഴും മാനസികമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. മക്കൾ ഉപരിപഠനത്തിന് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾക്കൊക്കെ മാതാപിതാക്കളെ വിട്ടുനിൽക്കുന്നൊരു സമയവും കൂടി ഈ ഒരു വാരത്തുണ്ടാകാം. കാരണം സന്താനപതിയായ സൂര്യൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. പതിതസ്തുരിപ്പേ, പാതിത്യം വീഴ്ചയുണ്ടാകും. പക്ഷേ ഈ 5-ലെ ചന്ദ്രൻ സന്താന വിഷയത്തിലേക്ക് അവർക്ക് നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ്. അവിടെ 2 പ്രത്യേകതകളുണ്ട്. സന്താന സ്ഥാനത്തേക്ക് ലഗ്നാധിപനായ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ഏതൊരു ഭാവത്തിലേക്കും ഭാവാധിപൻ്റെ ദൃഷ്ടി നല്ലതാണ്. അതിനാൽ സന്താന വിഷയങ്ങൾക്ക് ഈ ഒരു വാരം അനുകൂലമാവും. പലപ്പോഴും മക്കളുടെ പല പ്രവർത്തനങ്ങളും മാനസികമായ അസ്വസ്ഥതകൾ മാതാപിതാക്കൾക്കുണ്ടാക്കാം. ചിലപ്പോൾ അവരുടെ യാത്ര കാരണം മാനസിക പ്രയാസങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സന്താന വിഷയത്തിലേക്ക് മക്കളുടെ പല തീരുമാനങ്ങളും ഹേർട്ട് ചെയ്യുന്നൊരവസ്ഥ മാതാപിതാക്കൾക്കുണ്ടാകാം. മേടൻ രാശിയാണ് ദുർബലജാനുഹു. കാൽമുട്ടുകൾക്ക് ബലക്കുറവ് നോക്കണം. അസ്ഥിസംബന്ധമായ പൊട്ടലുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും പരിക്കുകളും ശ്രദ്ധിക്കണം. മേടൻ രാശിക്ക് സ്വതവേ പറഞ്ഞിട്ടുള്ള പേരാണ് ദുർബല ജാനുഹു. കാൽമുട്ടുകൾക്കുണ്ടാകുന്ന അപകടങ്ങൾ, വെള്ളത്തിലൂടെ വരുന്ന അപകടങ്ങൾ, അത് വെള്ളത്തിൽ തെന്നി വീണാലും മതി. ഇവിടെ രാശിയിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അതിനാൽ പലപ്പോഴും ധനസ്രോതസ്, യാത്രാപരമായ അഭിവൃദ്ധി ഇതൊക്കെ ഉണ്ടാകാം. സന്താനങ്ങൾക്കും ഉണ്ടാകാം, മേടൻ രാശിയിലുള്ള സന്താനങ്ങൾക്കും ഉണ്ടാകാം, മേടൻ രാശിയിലെ ജനങ്ങൾക്കും ഉണ്ടാകാം. അവർക്ക് പലപ്പോഴും യാത്രാ സൗഭാഗ്യങ്ങൾ വളരെയധികം വരും. പ്രത്യേകിച്ച് ഭരണി നക്ഷത്രക്കാർക്ക്, മേടൻ രാശിയിലെ ഭരണി നക്ഷത്രക്കാർക്ക് വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന പല വിഷയങ്ങളും ഗുണം വരും. അഭിനയമായാലും ആങ്കറിംഗ് ആയാലും, അല്ലെങ്കിൽ പലപ്പോഴും വിദേശത്തേക്ക് യാത്ര ചെയ്ത് തങ്ങളുടെ പരിപാടികൾക്ക് നല്ല സ്പോൺസർ ലഭിക്കുവാനും ഇതിനൊക്കെ ഒരു വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക. വിദേശത്തേക്ക് പോകുന്നവർക്ക് വളരെ അനുകൂലമാണ്. യാത്രാ വിഷയത്തിൽ സർവ്വമംഗളങ്ങളും കാണപ്പെടുന്ന വാരമാണിത്. വലിയ ബുദ്ധിമുട്ടുകൾ, തട്ടുകളും പരിക്കുകളും ഇല്ലാതെ മേടൻ രാശിക്കാർക്ക് മുന്നോട്ട് പോകാം. ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം വെള്ളിയാഴ്ച അടിക്കുന്നത് വളരെ ഗുണമാണെന്നറിയുക. നന്ദി, നമസ്തേ.